ഒന്നും തിരിച്ചു തരാൻ ശേഷിയില്ലാത്തവരോടൊപ്പം ഇരിക്കാൻ നമ്മളിൽ എത്ര പേർ തയ്യാറാകും? തിരിച്ചറിയാൻ പോലും കഴിയാത്തവരോടൊപ്പം എത്രനാൾ ആളുകൾ നിലനിൽക്കും? സ്നേഹത്തിന്റെ ആഴമളക്കാൻ 2 സാഹചര്യങ്ങളിലെ സ്നേഹം അളന്നാൽ മതി. 90 വയസ്സായെങ്കിലും അയാൾ എന്നും ഉടുത്തൊരുങ്ങി കാലത്ത് 5 മണിക്ക് തന്നെ എങ്ങോട്ടോ പോകും. ദിവസവും ഒരേ നിറത്തിലുള്ള വസ്ത്രവും. അയൽപ്പക്കത്തെത്തിയ പുതിയ താമസക്കാരൻ ഈ വിചിത്ര സ്വഭാവത്തിൽ ആകാംക്ഷ തോന്നി അദ്ദേഹത്തോട് കാര്യമന്വേഷിച്ചു. അയാൾ പറഞ്ഞു, ഭാര്യ മറവി രോഗം ബാധിച്ച് പരിപാലന കേന്ദ്രത്തിലാണ്. ദിവസത്തിൽ എപ്പോഴെങ്കിലും അവൾക്ക് ഓർമ്മ വരും. ഈ ഉടുപ്പിൽ നിൽക്കുന്ന എന്നെ അവൾ ഏതാനും നിമിഷത്തേക്കെങ്കിലും തിരിച്ചറിയും. അതെപ്പോഴാണെന്ന് അറിയില്ല. അവൾ രാവിലെ 5 മണിക്ക് എഴുന്നാൽ രാത്രി 11-നെ ഉറങ്ങും. ആ സമയം മുഴുവൻ ഞാൻ അവിടെ ഉണ്ടാവണം. എപ്പോഴാണ് അവൾ എന്നെ തിരിച്ചറിയുന്നത് എന്നറിയില്ലല്ലോ. കൂട്ടിരിക്കാൻ ഒരാളുണ്ടാകുക എന്നതാണ് കൂടപ്പിറപ്പുകൾ ഉണ്ടാകുക എന്നതിനേക്കാൾ തിരിച്ചറിയാൻ പോലും കഴിയാത്തവരോടൊപ്പം എത്രനാൾ ആളുകൾ നിലനിൽക്കും? സ്നേഹത്തിന്റെ ആഴമളക്കാൻ 2 സാഹചര്യങ്ങളിലെ സ്നേഹം അളന്നാൽ മതി. ഒന്നാമത്, സ്നേഹിക്കപ്പെടാൻ ഏറ്റവും അയോഗ്യതയുള്ള സമയത്തെ സ്നേഹം. 2, തിരിച്ചു സ്നേഹിക്കാൻ സാധ്യതയില്ലാത്തപ്പോൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം. ഉപയോഗമുള്ള സമയത്ത് ഉപകരണ സംഗീതമാകുന്ന അനേകരുണ്ടാകും. തേയ്മാനം സംഭവിച്ചാൽ പാഴ്ക്കുടയിൽ നിക്ഷേപിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. സ്നേഹിക്കുന്നവരെല്ലാം സ്നേഹം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന കാരണം അത് തിരിച്ചു ലഭിക്കുന്നതിലുള്ള അനുഭൂതിയാണ്. സ്നേഹത്തിന് ദൈർഘ്യവും ദൃഢതയും ഉണ്ടാകണമെങ്കിൽ ചില നിബന്ധനകൾ നമ്മളും പാലിക്കണം. സ്നേഹിക്കുന്നവർ മടുക്കരുത്. സ്നേഹത്തിന് വ്യവസ്ഥകൾ ഉണ്ടാവരുത്. സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം. താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ സ്നേഹിക്കപ്പെടണം എന്ന് വാശി പിടിക്കുകയും അരുത്. സ്നേഹത്തിന് വിലയിടരുത്. സ്നേഹം കണ്ടില്ലാന്ന് നടിക്കുകയും അരുത്. സ്നേഹത്തിന് പകരം ചോദിക്കരുത്. എല്ലാം സാധാരണഗതിയിലും സമാധാനപൂർണവുമാവുമ്പോൾ സ്നേഹം സ്വച്ഛമായി ഒഴുകും. അസാധാരണവും അപ്രതീക്ഷിതമായ വഴികളിലൂടെ പോകുമ്പോഴും അറ്റുപോകാത്ത അനുരാഗമാണ് ആത്മാർത്ഥതയുള്ളതും സത്യസന്ധവുമായ സ്നേഹമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.